ആൽക്കഹോൾ എടുക്കുന്നവർക്ക് അലർജി സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റം എടുത്തു കഴിഞ്ഞാൽ, ബിയർ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ അനുസരിച്ചിട്ട് സിംറ്റംസ് മാറും. ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടുതലുള്ളത് എടുക്കുമ്പോൾ സിംറ്റംസ് കൂടും. DNS ഉള്ള ആൾക്കാർക്ക് നമുക്കറിയാം, അവർ സംസാരിക്കുന്നത് നമ്മൾ പറയില്ല, ഇങ്ങനെ മൂക്കൊണ്ട് സംസാരിക്കുക എന്ന് നമ്മൾ പറയും. മഞ്ജു വാര്യറും മൂക്കും തമ്മിൽ ഒരു സൈഡിലേക്ക് മൂക്കിന് ചെറിയൊരു ബെൻഡ് അല്ലെങ്കിൽ ഒരു വളവുണ്ട്. അത് ചിലപ്പോൾ ബൈ ബർത്ത് ആയതാവാം. പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ, അലർജി ഉള്ള ആളുണ്ടെങ്കിൽ കൂടുതൽ തുമ്മലും കാര്യങ്ങളൊക്കെ ഇൻട്രാബ്ഡോമിനൽ പ്രഷർ കൂട്ടുകയും അബോർഷൻ വരെ സംഭവിക്കാം. കുളിക്കുമ്പോൾ അലർജി എന്ന് പറയുന്നത് പലർക്കും ഉണ്ട്. വെള്ളം തട്ടുന്ന സമയത്ത് ശരീരത്തിലുള്ള ഞാൻ പറഞ്ഞ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. വിക്സ് ബെറ്റർ ആണല്ലോ, ഇവിടെ ചെസ്റ്റിൽ ആക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ഇത് യൂക്കാലിപ്റ്റസും കൂടെ ഉള്ളതുകൊണ്ട് വിക്സ് കൈകൊണ്ട് തോണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതായത് നമ്മൾ ആവി പിടിക്കും. ഇതൊന്നും തീരെ നല്ലതല്ലാത്ത പ്രാക്ടീസസ് ആണ്. അലർജിയുള്ള കുട്ടികളെ നോക്കി അവർക്ക് ഭയങ്കര വാശിയായിരിക്കും, ദേഷ്യമായിരിക്കും. പാരൻസിന് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുട്ടി അലർജിക് ആണെങ്കിൽ ഒപ്പം അലർജിക്കും കൂടെ ട്രീറ്റ്മെന്റ് പോയാലേ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നത് കുറയില്ല. അഡിനോയിഡ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് നിൽക്കുന്നത് ടോൺസിൽസ് ആണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ആണ്. ഈ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു തുമ്മൽ അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം എന്ന് വിചാരിച്ച് ഫ്രീ ആക്കി വിടേണ്ട ഒരു കാര്യമല്ല അലർജി എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഈ പോഡ്കാസ്റ്റിൽ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും കുറച്ചെങ്കിലും തലയിൽ ആ ഒരു കാര്യം മനസ്സിലായാൽ വളരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ അലർജി ഉള്ളവര് മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിലും അലർജി ഉള്ള ആൾക്കാരിലൊക്കെ ഒരു 60-70% ആൾക്കാരിലും ഈ ആൽക്കഹോൾ എടുക്കുന്ന സമയത്ത് ട്രിഗർ ആവും. കാരണം അതിലടങ്ങിയിരിക്കുന്ന ചില കോമ്പൗണ്ട്സ് അലർജീനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ആൽക്കഹോൾ ബോഡിയിൽ കയറുന്ന സമയത്ത് ഹിസ്റ്റമിൻ റിലീസ് ശരീരത്തിൽ നടക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പറയുമല്ലോ ഓരോ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ റം എടുത്തു കഴിഞ്ഞാൽ, ബിയർ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ അനുസരിച്ചിട്ട് സിംറ്റംസ് മാറും. ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടുതലുള്ളത് എടുക്കുമ്പോൾ സിംറ്റംസ് കൂടും. ഇപ്പോൾ ബിയറിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ അതിൽ മുന്തിരീൻ്റെ ഇതുണ്ടാവും, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഇതൊക്കെ സിംറ്റംസ് കൂട്ടുന്നതാണ്. ബിയറിലൊക്കെ എനിക്ക് തോന്നുന്നത് 7% ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുക്കുമ്പോൾ സാധാരണഗതിക്ക് ചിലപ്പോൾ സിംറ്റംസ് അത്ര ഫ്ലെയർ അപ്പ് ആയിക്കോളണമെന്നില്ല. പക്ഷെ അതിലത്തെ കണ്ടന്റ് ഓരോന്നിനും ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവാം. ഈസ്റ്റൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഈ വൈനൊക്കെ യൂസ് ചെയ്യുമ്പോൾ, വൈനിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കും. കാരണം അത് നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു പുളിപ്പ് വരാനാണ് ഇത് ചെയ്യുന്നത്. ആ പുളിപ്പ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും അലർജി ട്രിഗർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. നാരങ്ങയാണെങ്കിലും തക്കാളി ആണെങ്കിൽ. ആൽക്കഹോൾ എടുക്കുന്നവർക്ക് അലർജി സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ അന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അലർജി ഉള്ള ആളാണ്, ഒരു ലേഡിയാണ്. അപ്പോൾ അവർ ആദ്യമായിട്ടൊന്ന് വൈൻ ടെസ്റ്റ് ചെയ്തു. December 31st നൈറ്റിന് ഒന്ന് വൈൻ ട്രൈ ചെയ്തു. അപ്പോൾ അവർക്ക് അലർജീൻ്റെ തുമ്മലോ മൂക്കടപ്പോ അതൊന്നും വന്നില്ല. പക്ഷെ അതിന് പകരം അവരുടെ സ്കിന്നിൽ അർട്ടിക്കേരിയ എന്ന് പറയുന്ന ശരീരത്തിൽ തടിച്ചു പൊന്തുന്ന ഇത് ഭയങ്കരമായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുവരെ ആ ഒരു സാധനം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവർ മെഡിസിൻ എടുത്ത് വളരെ ബെറ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് ശരീരത്തിലുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ് കാരണമാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ആൽക്കഹോൾ എടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബിയറൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ അവർക്ക് മൂക്ക് അടഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും. കുറേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അറിയുന്നില്ല, ഉറങ്ങിപ്പോവുക അങ്ങനെ അറിയുന്നില്ല. പക്ഷേ അലർജിയുടെ സിംറ്റംസ് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഈ മൂക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് മഞ്ജു വാര്യറും മൂക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അല്ല, ഞാൻ അതിലൊരു ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അലർജിയുടെ കാര്യമല്ല ആക്ച്വലി. ഈ മൂക്കിൻ്റെ വളവ് DNS എന്ന് പറയും, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, നമ്മുടെ മൂക്കിൻ്റെ പാലം എന്ന് പറയില്ലേ. അപ്പോൾ അതിനുള്ളൊരു വളവിനെ പറ്റിയിട്ടാണ്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നമുക്കിങ്ങനെ സെലിബ്രിറ്റീസ് ആകുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു സൈഡിലേക്ക് മൂക്കിന് ചെറിയൊരു ബെൻഡ് അല്ലെങ്കിൽ ഒരു വളവുണ്ട്. അത് ചിലപ്പോൾ ബൈ ബർത്ത് ആയതാവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വീഴ്ചയിലോ ആക്സിഡൻറ്റിലോ ഒക്കെ വരാം. അങ്ങനെ വരുന്ന സമയത്ത് മൂക്കിൻ്റെ ഒരു സൈഡ് നമുക്ക് ഈക്വലി ഒരു ഹോള് ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഈ പാലം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ ഒരു സൈഡ് കുറയും അല്ലേ. എയർ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതാണെങ്കിലും മൂക്കിൽ മ്യൂക്കസ് പുറത്തു പോകുന്നതാണെങ്കിലും കുറയും. അലർജി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്ക് മറ്റേത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അലർജി ഉള്ള ആളാണെങ്കിൽ ആ മൂക്കിൽ, അതായത് നോർമലി വർക്ക് ചെയ്യുന്ന മൂക്കിൻ്റെ ആ സൈഡിൽ പോളിപ്പ് വരാം. അപ്പോഴാണ് ഇതൊക്കെ ഈ DNS ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഈ DNS ഉള്ള ആൾക്കാർക്ക് നമുക്കറിയാം, അവർ സംസാരിക്കുന്നത് നമ്മൾ പറയില്ല, ഇങ്ങനെ മൂക്കൊണ്ട് സംസാരിക്കുക എന്ന് നമ്മൾ പറയും, നെയ്സൽ ടോൺ എന്ന് പറയും. അത് ഈ പ്രത്യേകിച്ച് അലർജിയുള്ള ആൾക്കാർക്ക് ഇത് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ DNS ഉള്ള എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റിന് ആവശ്യമൊന്നുമില്ല. അതൊരു സർജിക്കൽ കറക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അനാറ്റമിക്കൽ ഇഷ്യൂ ആണ്.
അത് അല്ലാതെ മെഡിസിൻ എടുത്ത് ആരെങ്കിലും അത് മാറും എന്ന് പറഞ്ഞാൽ അതൊരു നുണയാണ്. കാരണം അത് മാറില്ല. സർജറി തന്നെ അത് ഒരു 100% സക്സസ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതാണ് അതിനൊരു കറക്ഷൻ. ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ആസ്മ മാറാൻ വേണ്ടി മീൻ പിഴുങ്ങിയാൽ മതി എന്നൊക്കെ. ഓരോ ആൾക്കാർ ഓരോരോ പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാണല്ലോ. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു ശാസ്ത്രീയത എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സലീംകുമാർ ഏതോ ഒരു സിനിമയിൽ ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് ജഗതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന എന്തോ ഒരു സീനുണ്ട്. ചിലപ്പോൾ ചില മെഡിസിനൽ ക്വാളിറ്റികൾ എന്തെങ്കിലും ഫിഷ് ആയിരിക്കാം. പക്ഷേ അറിയാത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കേണ്ടതില്ലല്ലോ. അലർജി ഉള്ളവർ കഴിക്കേണ്ടാത്ത 5 ഫുഡ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ എല്ലാം കഴിക്കാതിരിക്കല്ല വേണ്ടത്. എന്നാലും നമുക്ക് കഴിച്ചാൽ എന്തായാലും സിംറ്റംസ് ഉണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ. നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ പുളി, ഞാൻ പറഞ്ഞില്ല ഹിസ്റ്റമിൻ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങളാണ് നാരങ്ങ. തക്കാളി എടുത്താൽ കൂടും. പിന്നെ തണുപ്പ് കൂടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അലർജി സിംറ്റംസ് ഉണ്ടാക്കാം. ഐസ്ക്രീംസ് ആണെങ്കിലും കാര്യങ്ങൾ. പക്ഷേ ഈ ഐസ്ക്രീംസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സിംറ്റംസ് അത്രത്തോളം ഉണ്ടാവില്ല. ആൽക്കഹോൾ ഒരു പ്രശ്നമാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല ഫിഷ്, വീറ്റ് അലർജി, ഗ്ലൂട്ടൻ അലർജി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു 5-6 സാധനങ്ങൾ ശ്രദ്ധിക്കുക. പീനട്ട്, അത് നമ്മുടെ ഇന്ത്യയിൽ കുറവാണ്. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പീനട്ട് അലർജി അവർക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും ഇതുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത് ഭയങ്കരമായിട്ടുണ്ടാവും. അതൊക്കെയാണ് നമ്മൾ ഒരു 3-4 മാസത്തിൽ നമ്മൾ ഇവർക്ക് മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും ഈ കാര്യങ്ങളൊക്കെ. കാരണം അപ്പോഴേ ഇത് ബെറ്റർ ആയി വരുള്ളൂ. പക്ഷേ പൊതുവെ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അലർജീൻ്റെ സിംറ്റംസ് കുറേയൊക്കെ ബെറ്റർ ആയിട്ട് നിൽക്കും. ഇപ്പൊ കൂടുതൽ ആളുകൾക്കുള്ള ഒരു അലർജി എന്ന് പറയുന്നത് പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡോഗ്സ് ആയി കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഇതിൻ്റെ ഹെയർസ് കാരണം തുമ്മൽ പോലത്തുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പ്രാവിൽ നിന്ന് അലർജി വരുന്ന ആളുകളുണ്ട്. തുമ്മൽ ഭയങ്കരമായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ഈ അലർജി ഉള്ള ആളുകൾക്ക് പെറ്റ്സിനെ വളർത്താൻ പറ്റും? ഇതൊക്കെ പണ്ട് പുറം രാജ്യങ്ങളിൽ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. ഈ പെറ്റ്സിന് അലർജി ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഇത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പറഞ്ഞ പീനട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു പെറ്റിനെ വാങ്ങിക്കൊടുക്കും. കാരണം ഇതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിംറ്റംസ് അവർക്ക് കമ്പാരിറ്റീവ്ലി കുറവും. പക്ഷെ അതല്ലാതെ വലുതായിട്ടുള്ള സമയത്ത് നമ്മളിത് വാങ്ങിയെന്നുണ്ടെങ്കിൽ സിംറ്റംസ് ഭയങ്കര കൂടുതലായിരിക്കും. മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പറയാറ്. ഇപ്പോൾ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ ആ ഒരു ഹെയർ അലർജി എന്തായാലും ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അലർജി ഉള്ള ആളുണ്ടെങ്കിൽ, ആ കൂടുതൽ തുമ്മലും കാര്യങ്ങളൊക്കെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂട്ടുകയും അവർക്ക് അബോർഷൻ വരെ സംഭവിക്കാം. ചില ആളുകൾക്ക് ഈ കുളിച്ചാലടക്കം ഭയങ്കരമായി ശരീരം ചൊറിയുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആളുകൾ പറയൂ, എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ ശരീരത്തിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ചൊറിച്ചലുമായി ഈ കുളിക്കുമ്പോൾ അലർജി എന്ന് പറയുന്നത് പലർക്കും ഉണ്ട്. ചൊറിച്ചിൽ പല ആൾക്കാർക്കും ഉള്ള കാര്യമാണ്. അത് വെള്ളം തട്ടുന്ന സമയത്ത് ശരീരത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. എന്തോ നമുക്ക് പറ്റാത്ത എന്തോ സാധനം ശരീരത്തിന് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളൊരു റെസ്പോൺസ് വന്ന് ഹിസ്റ്റമിൻ റിലീസും കാര്യങ്ങളൊക്കെ നടന്ന് ശരീരത്തിന് പുറത്ത് ചിലപ്പോൾ തണുത്ത് പോകുമ്പോൾ ചിലർക്ക് വെറുതെ ചൊറിച്ചിൽ മാത്രമായിരിക്കും. എല്ലാവരും പറയുന്ന കാര്യം ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു കുത്തൽ പോലെ വരിക എന്നുള്ളതാണ് പലപ്പോഴും അവർ ഉപയോഗിക്കുന്ന ടേംസ്. കൈയിൻ്റെ ഉള്ളിലാണ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചൊറിയുക. ഇത് പക്ഷേ മൊത്തത്തിൽ മേലിൽ മുഴുവൻ ഈ ഒരു ചൊറിച്ചിലുണ്ടാവും. തലയൊക്കെ ഭയങ്കരമായിട്ട് ഇവർ ചൊറിയും ചില സമയത്ത്. ചില കേസസിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനോട് അല്ല, ആ വെള്ളത്തിൻ്റെ തണുപ്പിനോടായിരിക്കും അലർജി ഉണ്ടാവുക. ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ അവർക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആ തണുപ്പിനോടാണ് അവരുടെ അലർജി. അപ്പോൾ എന്താണ് അവരുടെ ഫാക്ടർ, എന്താണ് ട്രിഗർ ചെയ്യുന്നത്, തണുപ്പാണോ വെള്ളമാണോ? അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഡോക്ടറെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ച് കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസം വരും. ഈ ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വിക്സ്. തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയൊരു ജലദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, പനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോളോ കഴിച്ച് നേരെ വിക്സ് എടുത്ത് തേക്കുന്ന ആളുകളാണ്. ചില ആളുകൾ വിക്സിന് ഭയങ്കര എഡിക്റ്റഡ് ആണ്. ഈ വിക്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്? വിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ജലദോഷം വന്നു അല്ലെങ്കിൽ ഒരു മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ ആ വിക്സ് തേക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടും, അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് മെൻതോൾ ക്യാംഫർ. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷൻ കാരണം അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടി ആ മൂക്ക് അടഞ്ഞതൊന്ന് തുറക്കുകയും മൂക്കിന്ന് കുറച്ച് കഫം പുറത്തേക്ക് ഒലിച്ചു പോവുകയും ചെയ്യും. നമ്മൾ ബെറ്റർ ആവും. തലവേദനയാണെങ്കിൽ നമ്മൾ ആ ഒരു കൂളിംഗ് എഫക്റ്റ് കൊണ്ട് തലവേദന നമ്മൾ അറിയുന്നില്ല. ഓക്കെ, ഇത് ജലദോഷമാണെങ്കിൽ ജലദോഷത്തിനൊരു സമയമുണ്ട്, അല്ലേ? ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ആ സമയത്തിനുള്ളത് ബെറ്റർ ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിംറ്റംസ് കുറയ്ക്കാനും ഒരു ഈസി ആവാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ അലർജീൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ബെറ്റർ ആവും, ഇത് സ്ഥിരമായി ഉപയോഗിക്കരുത്. അപ്പോൾ അവിടെ അലർജി മാറുന്നുണ്ടോ? ഇല്ല, സിംറ്റംസ് മാത്രം
അതിൽ ചേഞ്ച് ഒരു ബെറ്റർമെന്റ് കുറച്ച് നേരത്തേക്ക് വരും. പക്ഷെ സ്ഥിരം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിക്സിന്റെ കേസിൽ വരുന്നുണ്ട്. ഇത് ചില സമയത്ത് ഒരു ചെറിയ ബേൺസ് പോലെ തന്നെ വിക്സിൽ വരാം. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യം വെച്ചാൽ വിക്സ് ബെറ്റർ ആണല്ലോ, ഇവിടെ ചെസ്റ്റിൽ ആക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്, ചുമയ്ക്കുമ്പോൾ തേക്കുന്നുണ്ട്. ഇത് കൂടുതൽ കുറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതിൽ യൂക്കാലിപ്റ്റസും കൂടെ ഉള്ളതുകൊണ്ട് വിക്സ് കൈകൊണ്ട് തോണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതായത് നമ്മൾ ആവി പിടിക്കും. ഇതൊന്നും തീരെ നല്ലതല്ലാത്ത പ്രാക്ടീസസ് ആണ്. വിക്സ് കഴിയുന്നത് ഉപയോഗം കുറയ്ക്കുക. കാരണം ഇതൊരു ലോങ് ടേം കാര്യത്തിൽ വിക്സിന്റെ ഉപയോഗം വളരെ മോശമാണ്. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം നമുക്കൊന്ന് ബെറ്റർ ആവാം. പക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അലർജി ഉള്ള ആൾക്കാർക്ക് വളരെ മോശം തന്നെയാണ്. കുട്ടികളുടെ അലർജിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. കുട്ടികളിൽ അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവരുടെ മെൻ്റൽ അത് നമ്മൾ സംസാരിച്ചു. അതിൽ ഞാൻ പറയാൻ വിട്ട 1-2 കാര്യങ്ങൾ, ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. കുട്ടികളെ ഈ ഉറക്കം അവരുടെ ഡിസ്റ്റർബ്ഡ് ആണ് പലപ്പോഴും. അപ്പോൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ പലപ്പോഴും ടീച്ചേഴ്സ് അവരെ ചീത്ത പറയും, കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവരെ മെൻ്റലി ബാധിക്കും. ഇവർക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ബാക്കി കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ. അവർ ക്ലാസ് ഇങ്ങനെ ബ്ലാക്ക് ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് മൂക്ക് ചൊറിഞ്ഞിട്ടും ചെവി ചൊറിഞ്ഞിട്ടും ഒക്കെയാണ് ഇവർ ഇരിക്കുക. അപ്പം ആ പറയുന്ന കാര്യം ഇവർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ടീച്ചർക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചർ ഇവന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവൻ ഇങ്ങനെ കാണിക്കാന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ടീച്ചർ അതിൻ്റെ പേരിൽ കുട്ടീനെ ചിലപ്പോൾ അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് വീണ്ടും ഇത് ഫ്രസ്ട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ദേഷ്യം കൂടും. ഈ അലർജിയുള്ള കുട്ടികളെ നോക്കി അവർക്ക് ഭയങ്കര വാശിയായിരിക്കും, ദേഷ്യമായിരിക്കും. പാരൻസിന് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില കേസിൽ ഹൈപ്പർ ആക്റ്റീവ് പോലെയും കാണാം, എല്ലാ കേസിലും അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് പോലെയും കാണാം. അതുപോലെ ഇവരിൽ ഭക്ഷണം വിശപ്പ് കുറയും. അലർജിയുള്ള കുട്ടികളിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കുറവായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഫം തൊണ്ടയിലേക്ക് ഇറങ്ങുന്നത് പലപ്പോഴും കുട്ടികളെ ഇറക്കും. അപ്പോൾ ഈ വയറിനും അതൊരു പ്രശ്നമാണ്. ഓക്കെ, അവർക്ക് വിശപ്പ് അതുകൊണ്ട് കുറവായിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കാതെ ആകുമ്പോൾ എന്താ പറ്റും, വീണ്ടും ഇവർക്ക് ഇറിറ്റേഷൻ കൂടും. അപ്പോൾ ഇതൊക്കെ കുട്ടികളിൽ ബാധിക്കാം. അതുപോലെ തന്നെ കുട്ടികളിൽ അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നം, അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മൂക്കിന് പിന്നിലായിട്ട് വരുന്നൊരു ഗ്ലാൻഡാണ് അത്. ഈ അലർജി ഉള്ള കുട്ടികളിൽ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. അതായത് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ശരീരത്തിൽ കയറുമ്പോൾ ഈ അഡിനോയിഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്മ്യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇപ്പോൾ ശരീരത്തിൽ കയറുന്ന, മൂക്കിലൂടെ കയറുന്ന ബാക്ടീരിയോ വൈറസോ അത് നമ്മുടെ ലങ്സിലേക്ക് പോവാതെ ഇവർ പിടിച്ചു വെക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയോ കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ബ്രോങ്കൈറ്റിസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൽ. ഇത് പോവാതിരിക്കാൻ ഇവർ പിടിച്ചു വെക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ അലർജി ഉള്ളത് ആളായതുകൊണ്ട് എന്ന് വെച്ചാൽ ഓരോ ചെറിയ കാര്യത്തിനും ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അപ്പോൾ അഡിനോയിഡ് എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ അത് വീർത്ത് വരും, മൂക്കടവ് വരും. രാത്രി കുട്ടികളിൽ വായ തുറന്നാണ് പലപ്പോഴും ഉറങ്ങുന്നത്. അവർ ഈ അലർജീൻ്റെ സിംറ്റംസും കാണിക്കും, ഒപ്പം ഈ അഡിനോയിഡ് മൂക്കടവ്, കാരണം രാത്രി ഉറങ്ങില്ല, ഉറങ്ങും, വായ തുറന്നാവും ഉറങ്ങുക. ഇവർ നമ്മളിങ്ങനെ വായ ഇങ്ങനെ അടച്ചു കൊടുത്താലും കുട്ടി കുറച്ച് കഴിഞ്ഞാൽ തുറക്കും. ഈ കുറേ നേരം തുറന്ന് കിടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് ഉന്തി വരാൻ സാധ്യതയുണ്ട് കുറേ മാസങ്ങളിലൊക്കെ. പിന്നെ പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അഡിനോയിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യും. ചില കേസസിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരും, ചില കേസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല. കാരണം കുട്ടി അലർജിക് ആണെങ്കിൽ ഒപ്പം അലർജിക്കും കൂടെ ട്രീറ്റ്മെൻറ്റ് പോയാലേ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നത് കുറയുള്ളൂ. ചില കേസിൽ ഇവർ എന്ത് ചെയ്യും, സർജറി ചെയ്യും, അഡിനോയിഡ് എടുത്ത് കളയും. ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അത് ചുരുങ്ങി പോവും, നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ കുട്ടികളിൽ ഈ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാനും ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അലർജിക്കും കൂടെ ഒപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഈ അഡിനോയിഡിൻ്റെ ഇത് വ്യത്യാസം വരുള്ളൂ. അത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം, ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കുട്ടികളിൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് കുറച്ച് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടായാൽ തന്നെ മുതിർന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോവില്ലേ ഈ അഡിനോയിഡിന്റെ പ്രശ്നം? പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് കുറേ കാലം പിടിക്കും കുറയാൻ വേണ്ടി. അപ്പോൾ പലരും പെട്ടെന്ന് എന്ത് ചെയ്യും, സർജറി ചെയ്യും. ഇങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ അഡിനോയിഡിന്റെ ഇഷ്യൂ കുറയും, ടോൺസിലൈറ്റിസ് കൂടും. അഡിനോയിഡ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് നിൽക്കുന്നത് ടോൺസിൽസ് ആണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്. ഈ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരെ കുട്ടികൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അലർജി ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അലർജി ഇല്ലാത്ത ആളുകളോട് പറയാറുള്ള ഒരു കാര്യം എന്താണ് ഒരു അലർജി ഡോക്ടർ എന്ന നിലയിൽ? അലർജി എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണ്.
നമ്മൾ അവരെ കൂടുതൽ മനസ്സിലാക്കുകയും അവരെ കുറേ കെയറൊന്നും ചെയ്യണ്ടെങ്കിൽ പോലും കുത്തുവാക്കുകൾ കഴിയുന്നതും കുറയ്ക്കുക, അവരെ ഒന്ന് അവരെ വഴിക്ക് അവരെ വിടുക. കാരണം അവരൊരുപാട് സ്ട്രെസ്സിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോകുന്നത്. ഇതിന് പുറമെ നമ്മളും കൂടെ അവരെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അവരും ഈ ലോകത്തിൽ എന്താ പറയുക, എല്ലാ സാധാരണ ആൾക്കാർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ അവർക്കും ആഗ്രഹമുണ്ട്. അവർക്കും അത് പറ്റാത്തതിൻ്റെ വിഷമങ്ങളിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കഴിയുന്നതും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും സ്പൗസ് ആണെങ്കിലും. ഈ പോഡ്കാസ്റ്റിൽ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും കുറച്ചെങ്കിലും തലയിൽ ആ ഒരു കാര്യം മനസ്സിലായാൽ വളരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമുക്കിതാണ് സൊസൈറ്റിക്ക് നമുക്ക് പലപ്പോഴും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഈ ഒരു 9 വർഷത്തിനിടയിൽ എത്ര അലർജി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് ഒരു അലർജി കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്? പല കേസസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം മരുന്നെടുക്കും, ചിലർ സ്റ്റോപ്പ് ചെയ്യും, നമ്മൾ പറയും ഇത്ര മതി ഇനി നോക്കിയിട്ട് പോവാം എന്നുള്ളത്. റെഗുലറായിട്ട് ഫോളോ അപ്പ് എടുക്കും, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ചിലർ കുറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് നിർത്തും. ചിലരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം കഴിച്ചിട്ട് വലിയ വ്യത്യാസമില്ല. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് പെട്ടെന്ന് വേണം. മരുന്ന് കഴിച്ചാൽ അപ്പം മാറണം, പറ്റുമെങ്കിൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും മാറണം എന്നുള്ള ഒരു മനുഷ്യൻ്റെ തിരക്കാണല്ലോ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇത് എന്തുകൊണ്ട് മാറണം, എങ്ങനെയാണ് കൃത്യമായിട്ട് മാറണം, എന്തുകൊണ്ടാണ് ഇത് ഭാവിയിൽ പ്രശ്നമില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒപ്പം ചെയ്യണം. അല്ലാതെ ഈ ചെറിയൊരു തുമ്മൽ അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം എന്ന് വിചാരിച്ച് ഫ്രീ ആക്കി വിടേണ്ട ഒരു കാര്യമല്ല അലർജി എന്നുള്ളത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അലർജിയെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അലർജിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. കുറേ എനിക്ക് അറിവുകൾ കിട്ടി. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് അലർജിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. താങ്ക് യു ഡോക്ടർ. വെൽക്കം.